ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത് ഒരു വളരെ സങ്കടമായ ഒരു കാര്യമാണ്. എല്ലാവർക്കും വിഷമമുണ്ട്. ഇന്നലെ തന്നെ ഞാൻ അതിന് ഞങ്ങൾ അന്വേഷിക്കണം എന്ന് ഞാൻ ജില്ലാ പ്രസിഡന്റിനോട് പറഞ്ഞു. ഞങ്ങളുടെ ഭാഗത്തിന് വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് വിടില്ല എന്ന് കൃത്യമായൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു. അദ്ദേഹം എന്നോട് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ പാനലിൽ ഇദ്ദേഹത്തിൻ്റെ പേരൊന്നും ഉണ്ടായിരുന്നില്ല. മണ്ഡലം ലെവലിൽ നിന്ന് ആ പാനലിൽ വന്നതിൽ ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നില്ല. ഇദ്ദേഹം പിന്നെ ശിവസേന ജോയിൻ ചെയ്തു. ഉദ്ധവ് ഠാക്കറെ ശിവസേനയിൽ എൻ്റെ ഭാഗമായിരുന്നു, അവിടെ ജോയിൻ ചെയ്തു എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. പക്ഷേ ഞാൻ ഇന്ന് രാവിലെയും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പ്രോസസ്സിൽ ഒരു വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിന് വിടില്ല, അതൊന്ന് നോക്കണം എന്ന് ഞാൻ കൃത്യമായൊരു ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ് എടുക്കുന്നതെല്ലാം ഞാൻ കാണുന്നത് ഒരു നാണക്കേടാണ്, ഒരു ട്രാജഡിയാണ്. ഇതിപ്പോൾ കോൺഗ്രസ്സിൽ പറയുന്നവർ CPM പറയുന്നവരും നവീൻ ബാബുവിനെ മറക്കാൻ പാടില്ല. നവീൻ ബാബുവിനെ ദിവ്യേനെ ന്യായീകരിച്ച് ഒരു ACP സ്ഥാനാർത്ഥി ആരാണ് ആക്കിയത് ജനങ്ങൾക്കറിയാം. പക്ഷേ ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ എന്താ പറയേണ്ടത്, ഒരു നാണക്കേടാണ്. ഇതൊരു ട്രാജഡിയാണ്. ഞങ്ങൾ ഒരു റെസ്പോൺസിബിൾ പാർട്ടീൻ്റെ ഞങ്ങളത് അന്വേഷിക്കും. ഞങ്ങളതിൻ്റെ വീഴ്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളത് വിടില്ല. പക്ഷേ ഇതുവരെ മനസ്സിലായത് ഞങ്ങളുടെ വീഴ്ചയൊന്നും ഉണ്ടായിട്ടില്ല. മണ്ഡലം പാനലിൽ ഇദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നില്ല. ഒരു ട്രാജഡിയാണ്, സങ്കടമുണ്ട്, വിഷമമുണ്ട്. പക്ഷേ ഈ പൊളിറ്റിസൈസ് ചെയ്യുന്ന ഈ പാർട്ടികൾക്ക് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊന്നും മറക്കാൻ പാടില്ല. ഇത് ജനങ്ങൾക്ക് അറിയാം. നവീൻ ബാബുവിനെ കുറിച്ച് ആരും മറന്നിട്ടില്ല. പിന്നെ കരുണാകരൻജീനെ ആരാണ് വഞ്ചിച്ചത്, ഏത് കോൺഗ്രസ് ലീഡർമാരാണ് ഇന്ന് സംസാരിക്കുന്നത്, അതിനെക്കുറിച്ചൊന്നും ഞങ്ങളെ പറയിപ്പിക്കരുത്. ഇതിനെല്ലാം ഈ രാഷ്ട്രീയം ചെയ്യാനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ വികസനത്തെക്കുറിച്ചും ജനങ്ങളുടെ ജീവിതത്തിലൊരു വ്യത്യാസം കൊണ്ടുവരാനാണ് BJP മുമ്പോട്ട് പോകുന്നത്. വികസനം, അഴിമതിരഹിത ഭരണം, ഇതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അപ്പോൾ ഇതിനെല്ലാം വെറുതെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ഇതൊരു ട്രാജഡിയാണ്, അത് ഞങ്ങളെല്ലാം സമ്മതിക്കുന്നു. പക്ഷേ ഇതിനൊരു പൊളിറ്റിസൈസ് ചെയ്ത് ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഞാൻ കൃത്യമായി ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു.